എന്നിട്ടതാ ആ വെള്ളത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂല് അതാ അവിടുത്തെ ഉമിനീര് ചേർക്കുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മക്കളൊക്കെ നന്നായി മന്ത്രിക്കണം. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിന് മുമ്പ് മക്കളൊക്കെ നന്നായി ഒന്ന് മന്ത്രിപ്പിച്ചൊക്കെ അയക്കണം. എന്ത് ഷർറുണ്ടെങ്കിൽ അള്ളാഹു തട്ടിക്കളയട്ടെ. അള്ളാഹ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? മകളോട് വരാൻ പറയുന്നു, മകളെ. എന്നിട്ട് ആ പൊന്നാര മകള് ഫാത്തിമ ബീവിയുടെ തലയിലേക്ക് ആ വെള്ളം ഒഴിക്കുകയാണ്, നെഞ്ചിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ടതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ശൈത്വാനിന്റെ ശർറിനെ തൊട്ട് ഫാത്തിമ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അവരുടെ ഷർറിനെ തൊട്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഷർറുകൾ ഏൽക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്. നല്ല മന്ത്രിക്കണം. നമ്മളെ കുടുംബത്തില് ഒരു കല്യാണം നടക്കുമ്പോ കല്യാണത്തിന്റെ അന്ന് പെണ്ണിന് പ്രത്യേകമായ ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും തളർന്നു പോകുന്നത് പോലെ എന്നെ വിളിച്ച് വല്ലാതെ വിഷമം പറഞ്ഞ് പുതിയാപ്പിള വരാൻ നിൽക്കുകയാണ്. കണ്ണേറുണ്ടാവും, നല്ല കണ്ണേറുണ്ടാവും. പ്രത്യേകിച്ച് പുതിയ എണ്ണൊക്കെ ആകുമ്പോൾ നല്ല കണ്ണേറുണ്ടാവും. കാരണം നല്ല ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ കണ്ണേറുകളൊക്കെ ഇങ്ങനെ ബാധിക്കുക. അത് പിന്നെ ആ സമയത്ത് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ വിഷമത്തിലേക്ക് എത്തും. നല്ല ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് ഫാത്തിഹയൊക്കെ ഓതിയിട്ട് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഒന്ന് മന്ത്രിക്കണം. എന്നിട്ട് അള്ളാഹിനോട് കാവലിനെ തേടണം. ശൈത്വാന്റെ ഷർറിനെ തൊട്ട് അള്ളാഹു എൻ്റെ ഈ മകളെ ഞാൻ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു അള്ളാഹ്. ഇത് അങ്ങനെയൊക്കെ കാവലൊക്കെ ചോദിച്ച് ഇറക്കേണ്ടതിന് പകരം ശൈത്വാനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. കോലാഹലം, വൃത്തികേട്, തോന്നിവാസം, അനാവശ്യങ്ങള്, കല്യാണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് പേക്കൂത്തുകൾ. ശൈത്താൻ ഓടല്ലേ, ശൈത്താൻ ഇങ്ങോട്ട് വരിക. ശൈത്താന് വരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ശൈത്വാനെ തൊട്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കണം. എന്നിട്ട് തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നു, നെഞ്ചിലേക്ക് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അതേ ആട്ടിയോടിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു അല്ലാഹ്. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.